ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മൾ റമളാൻ മാസം നമുക്ക് വന്നല്ലേ. അങ്ങനത്തെ ഫസ്റ്റ് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ വെച്ച് വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് പിന്നെ അതോന്ന് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കാനാണ് പോയിട്ട് അങ്ങനെ ആയിരുന്നു. പിന്നെ നമ്മളെ പുരയിൽ എപ്പോഴും പത്തലേന്, എൻ്റെ ഉമ്മേൻ്റെ പുരയിൽ എപ്പോഴും പത്ത് നോമ്പിന് ഫുൾ പത്തൽ ചോറ് വെക്കലേയില്ല. നമ്മൾ പത്തൽ അപ്പം എന്നെ തിന്നില്ല അത്താഴത്തിന് നോമ്പ് തുറന്നതിന് ശേഷമല്ല. അങ്ങനെ പിന്നെ തിന്നിട്ട് എല്ലാം ആയിട്ടായിരുന്നു നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഖുർആൻ ഓതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ പണി ഉണ്ടല്ലോ, അടിക്കലും തോർത്തലും നനയ്ക്കലും അങ്ങനെയല്ലോ, അതെല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ ഉറങ്ങിനായി. ആ ഉറങ്ങി എണിച്ചിട്ട് പിന്നെ കുളിച്ചിട്ട് ലോറ് നിസ്കരിച്ചിട്ട് പിന്നെയും കുറച്ചും ഖുർആൻ ഓതിയിട്ട് പിന്നെ കറി വെച്ച് പത്തലിനുള്ള ഉണ്ടാക്കിയിട്ട് വെച്ച് പിന്നെ ബാബിയും ഉമ്മന്തോ ഇങ്ങനെ മുത്താറിയാക്കി വെച്ച്. അതെനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം, ഞാൻ തിന്നലില്ല. അത് പിന്നെ ഇവിടുന്ന് ഒരു പറന്ന് കൊണ്ട് എൻ്റെ മക്കളെല്ലാം പറന്ന് അങ്ങനത്തെല്ലാം തിന്നാത്ത അപ്പോൾ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തിന്നു. പിന്നെ അതാ പത്തൽ ചൂടാൻ വേണ്ടിയിട്ട് പിന്നെ അസർ സ്കെച്ചിട്ടായിട്ടാണ് ഞാൻ പത്തൽ ചൂടായിട്ട് വന്നത്. അങ്ങനെ പത്തൽ ചൂടാൻ ഭയങ്കരമായിട്ട് എനിക്ക് അറിയുന്നൊന്നുമില്ല, എന്നാലും ഏകദേശം ചുടുന്നു. എല്ലാവരും ഉമ്മ ചൂടല്ലേ, പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ചൂടാന്ന്. അങ്ങനെതാ പത്തലെല്ലാം ചുട്ടുകൊണ്ട് കൈ പൊള്ളുന്നെങ്കിൽ പത്തൽ ചൂടുന്നു. പത്തൽ ചൂടുന്ന എനിക്ക് മെയിൻ ഇഷ്ടമല്ലാത്ത സംഭവം, കൈ പൊള്ളിക്കൊണ്ടിരിക്കുന്നല്ലേ, അതിനെക്കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈടെ ചൂടുന്നതായിട്ട് നേരമാണ് എൻ്റെ പുരയിൽ പത്തൽ ചുട്ടെങ്കിൽ. പിന്നെ ഇതാ കുറച്ച് പാത്രമെല്ലാം ഉണ്ടായി, പത്തലെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് പാത്രമെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് കയറ്റെടുത്ത് കൈസ്. അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമായിക്കൊണ്ട് വന്നു. അങ്ങനെ ഇതാ കോണിബത്തൊക്കെ സർവത്താക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഭാഗത്തിൽ പ്ലേറ്റ് ഒക്കെ സമൂസ വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നോമ്പ് തുറക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ട് വന്ന്. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ട് കേസ്. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനേ, കമൻറ്റ് ചെയ്യാനും മറക്കട്ടെ.